ദൈവസന്നിധിയിൽ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുവാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകിയത് കൊണ്ട് എല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് അല്പസമയം സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ഈ മീറ്റിംഗിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഓരോ കുടുംബങ്ങളിലും അനർത്ഥങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ നമ്മയൊക്കെ അതാത് ഇടങ്ങളിൽ സൂക്ഷിച്ച കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ സഭ, അവിടെയുള്ള ജനങ്ങൾ, അവരെല്ലാം ദൈവം സൂക്ഷിച്ചതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ രാജ്യത്തുള്ള പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള അനേക വിശുദ്ധന്മാർ, ഗ്രാമങ്ങളിൽ കഴിയുന്നവർ, പല സ്റ്റേറ്റുകളിൽ വളരെ ഭീഷണിയുടെയും പ്രതിസന്ധികളുടെയും ഭയപ്പാടിന്റെയും നടുവിൽ ദൈവത്തെ സേവിക്കുന്നവരായി ഉള്ളപ്പോൾ തന്നെ നമ്മളെപ്പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതെ പ്രയാസത്തിലായിരിക്കുന്ന, ഭയപ്പാടിൽ കഴിഞ്ഞുകൂടുന്ന അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നൂറുകണക്കിന് വിശുദ്ധന്മാർ നോർത്ത് ഇന്ത്യൻ ജയിലുകളിൽ, പ്രത്യേകിച്ച് ഈ കഠിനമേറിയ ചൂടിന്റെ അന്തരീക്ഷത്തിൽ, ഈ ഭൂമിയിൽ അതിനെ പ്രതിരോധിക്കാൻ യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെ ജയിലുകളിൽ കിടക്കുന്നവർ, ആഹാരം നല്ലത് ലഭിക്കാതെ കഴിയുന്നവർ, പ്രയാസത്തിൽ കഴിയുന്നവർ, അവരെയൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാട്ട്. സ്തോത്രം, 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 സ്തോത്രം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ദൈവത്തിന്റെ വലിയ കൃപ നമ്മോട് കൂടെ ഇരിക്കുവാനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ പ്രിയ ബ്രദർ എം സാജു ബ്രദറെ പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് ആരംഭിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രിയുടെ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോട് കൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ടൈം സോണുകളിലായിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ഇങ്ങനൊരു സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പ്രാർത്ഥനാദിനയുടെ ഡൽഹി UP ചാപ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രകാരം ഒരു പ്രാർത്ഥനാ സംഗമം ക്രമീകരിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം അങ്ങയുടെ നാമ മഹത്വനാക്കി തീർക്കുമാറാകണമേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പങ്കെടുക്കാനുള്ളവരെ വേഗത്തിൽ ജോയിൻ ചെയ്യിപ്പിക്കുമാറാകണമേ. നെറ്റ്വർക്ക് സംബന്ധമായ ഒരു പ്രയാസമുണ്ടാകാതെ എല്ലാ ഡിവൈസിനും അവിടുന്ന് സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന ദൈവദാസനെ, പാട്ടുപാടുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദേശത്തിന് വലിയ വിടുതലായി തീരണം കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഹല്ലേലൂയ നിന്റെ കരം നീട്ടപ്പെടുകയും ഇന്ന് രാത്രികാലം വിഷയങ്ങളുടെ മേലെല്ലാം അങ്ങയുടെ കരം പ്രവർത്തിക്കുകയും ചെയ്യുമാറാകണമേ. ഹല്ലേലൂയ. പ്രാർത്ഥന തനിക്ക് നേതൃത്വം കൊടുക്കുന്നതായ ബെൻസൺ പാസ്റ്റോർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ ചാപ്റ്റേഴ്സിനെയും എല്ലാ മിനിസ്ട്രിയെയും സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയിൽ അംഗമായി തന്നെ ഇപ്പോൾ ബാംഗ്ലൂരിലായിരിക്കുന്ന പ്രിയ ജസൻ ജേക്കബ് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ശാന്തമായി നമുക്ക് കേൾക്കുകയും പാടുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്കൊരു ദിവസം കൂടെ കർത്താവ് ദാനമായി തന്നതിനായി കർത്താവിനെ സ്തുതിക്കാം. പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ചെയ്യുന്ന വലിയ കൃപകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ലോകമെല്ലാം പെസഹ രാത്രിയായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
എല്ലാവരും പ്രസവ രാത്രിയായിട്ട് ആഘോഷിക്കുമ്പോൾ സമയത്ത് നാം വിശ്വസിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഇന്നു മുതൽ നമുക്ക് വേണ്ടി ഒരു വലിയ ത്യാഗത്തെ ചെയ്യുവാൻ പോവുകയായിരുന്നു, അതിനുവേണ്ടി ഒരുക്കപ്പെടുകയായിരുന്നു. അതിന് ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയില്ല, പക്ഷേ ഒരു സത്യമാണ്. കർത്താവായ യേശു ക്രിസ്തു എനിക്കായി മരിച്ചു, മൂന്നാം ദിവസം എഴുന്നേറ്റു. അതിനേക്കാളും വലിയ സത്യം നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു രണ്ട് പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. ഹല്ലേലൂയ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഈ നേരം നീയാണെൻ്റെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഈ നേരം നീയാണെൻ്റെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും എന്നെ സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിൻ സ്നേഹം നൽകി എൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നിൻ സ്നേഹം നൽകി നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഈ നേരം നീയാണെൻ്റെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും എന്നെ സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും എന്നെ സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ്റെ ജീവനും പ്രാണനും നീയേ. കർത്താവേ, നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ അനേകർ നമ്മളെ ബുദ്ധിമുട്ടിക്കുവാനും പ്രയാസപ്പെടുത്തുന്ന വേളകളാകുമ്പോഴെല്ലാം കർത്താവെ, ഒറ്റ പ്രാർത്ഥനയെ, ഒറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ. കർത്താവെ, എൻ്റെ എല്ലാമെല്ലാം നീ ആയതിനാൽ എനിക്കൊരു ദുഃഖമോ പ്രയാസമോ ഒന്നും ഭവിക്കുകയില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ വരികയില്ല, ഒരു പ്രശ്നങ്ങളും ഒന്നും എൻ്റെ വീട്ടിൽ വരികയില്ല. ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മളെ കർത്താവ് ദിവസം നടത്തുന്നത്. നമുക്കെല്ലാവർക്കും ആരാധിക്കുമ്പോൾ ആരാധനയ്ക്ക് നമ്മൾക്ക് വിടുതലുണ്ട്, അതിൽ സൗഖ്യമുണ്ട്, ആനന്ദമുണ്ട്. നമുക്കെല്ലാവർക്കും പാടി കർത്താവിനെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കരകളടിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. ഹല്ലേലൂയ.
ആരാധിപ്പാൻ യോഗ്യൻ എൻ്റെ യേശു മാത്രം. സ്തുതികൾക്കു യോഗ്യൻ എൻ്റെ യേശു മാത്രം. പുകഴ്ചയ്ക്കു യോഗ്യൻ എൻ്റെ യേശു മാത്രം. ബഹുമാനത്തിന് യോഗ്യൻ എൻ്റെ യേശു മാത്രം. ആരാധിപ്പാൻ യോഗ്യൻ എൻ്റെ യേശു മാത്രം. സ്തുതികൾക്കു യോഗ്യൻ എൻ്റെ യേശു മാത്രം. പുകഴ്ചയ്ക്കു യോഗ്യൻ എൻ്റെ യേശു മാത്രം. ബഹുമാനത്തിന് യോഗ്യൻ എൻ്റെ യേശു മാത്രം. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. മലയാണെങ്കിൽ അത് മാറിപ്പോകും. മരുഭൂമിയാണെങ്കിൽ മഞ്ഞയൊരുക്കും. മതിലാണെങ്കിൽ യെരിഹോയായാലും മാറിയിടും നമ്മളാക്കുമ്പോൾ. മലയാണെങ്കിൽ അത് മാറിപ്പോകും. മരുഭൂമിയാണെങ്കിൽ മഞ്ഞയൊരുക്കും. മതിലാണെങ്കിൽ യെരിഹോയായാലും മാറിയിടും നമ്മളാക്കുമ്പോൾ. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. ഭയപ്പെടുവാൻ ഇനി കാര്യമില്ല. ആപത്തു നാളിൽ ലാതി വേണ്ട. അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും. ചങ്ങലകളെല്ലാം അഴിയും. ഭയപ്പെടുവാൻ ഇനി കാര്യമില്ല. ആപത്തു കാലത്തിൽ ആദി വേണ്ട. അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും. ചങ്ങലകളെല്ലാം അഴിയും. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. അനർത്ഥങ്ങൾ അനവധി വന്നിടിലും ആപത്തുകൾ വന്നു ഭവിച്ചിടിലും നിർണയപ്രകാരം നമ്മെ വിളിച്ച ദൈവം സകലവും നന്മയ്ക്കായി മാറ്റും. അനർത്ഥങ്ങൾ അനവധി വന്നിടിലും ആപത്തുകൾ വന്നു ഭവിച്ചിടിലും നിർണയപ്രകാരം നമ്മെ വിളിച്ച ദൈവം സകലത്തിൽ നന്മയ്ക്കായി മാറ്റും. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷം. ഭയപ്പെടുവാൻ ഇനി കാര്യമില്ല. ആപത്ത് നാളിൽ ലാതി വേണ്ട. അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും. ചങ്ങലകളെല്ലാം അഴിയും. ഭയപ്പെടുവാൻ ഇനി കാര്യമില്ല. ആപത്ത് നാളിൽ ലാതി വേണ്ട. അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും. ചങ്ങലകളെല്ലാം അഴിയും. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. മലയാണെങ്കിൽ അത് മാറിപ്പോകും.
മരുഭൂമിയാണെങ്കിൽ മഞ്ഞയൊരുക്കും, മതിലാണെങ്കിൽ യെരിഹോവായാലും മാറിയിടും നമ്മളാക്കുമ്പോൾ. മലയാണെങ്കിൽ അത് മാറിപ്പോകും, മരുഭൂമിയാണെങ്കിൽ മഞ്ഞയൊരുക്കും, മതിയാണെങ്കിൽ യെരിഹോവായാലും മാറിയിടും നമ്മളാക്കുമ്പോൾ. ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ഈ ആരാധന എന്റെ സന്തോഷമാണ്, ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ഈ ആരാധന എന്റെ സന്തോഷമാണ്. അനർത്ഥങ്ങൾ അനവധി വന്നിടിലും, ആപത്തുകൾ വന്നു ഭവിച്ചിടിലും, നിർണയപ്രകാരം നമ്മെ വിളിച്ച ദൈവം സകലവും നന്മയ്ക്കായി മാറ്റും. അനർത്ഥങ്ങൾ അനവധി വന്നിടിലും, ആപത്തുകൾ വന്നു ഭവിച്ചിടിലും, നിർണയപ്രകാരം നമ്മെ വിളിച്ച ദൈവം സകലവും നന്മയ്ക്കായി മാറ്റും. ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ഈ ആരാധന എന്റെ സന്തോഷമാണ്, ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ഈ ആരാധന എന്റെ സന്തോഷമാണ്, ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ഈ ആരാധന എന്റെ സന്തോഷമാണ്, ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ഈ ആരാധന എന്റെ സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യസമയത്തിനായി കർത്താവെ നന്ദിയോട് സ്തുതിക്കും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പാടിയതുപോലെ കർത്താവെ മലയാണെങ്കിൽ പോലും അത് മാറിപ്പോകും, മരുഭൂമിയാണെങ്കിൽ പോലും കർത്താവെ നീ അവിടെ മഞ്ഞ ഒരുക്കും. കർത്താവെ കഷ്ടതയുടെ പ്രയാസങ്ങളുടെ വേളകളാകുമ്പോഴെല്ലാം കർത്താവെ, ദുഃഖത്തിൻ്റെ വേളകളാകുമ്പോഴെല്ലാം, ബുദ്ധിമുട്ടുകളും വേളകളാകുമ്പോഴെല്ലാം കർത്താവെ, നാം ഹൃദയം കലങ്ങുന്ന നേരത്തിലെല്ലാം കർത്താവെ നീ അതിനെ മാറ്റിക്കളയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുവല്ലോ കർത്താവെ. അതിനായി കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്നു. ഇത്രയും സമയം നൽകിയതിനായി കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ പാടിയ പാട്ടെല്ലാം നിൻ്റെ നാമമഹത്വത്തിനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേൾക്കപ്പെടുന്ന വചനവും കർത്താവ് പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾ പറയുമ്പോഴെല്ലാം അത് നീ ഗ്രഹിക്കുമെന്നും അത് കർത്താവ് അതിന് ഉത്തരം അരുളുമെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാം കാര്യം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം എല്ലാം അങ്ങേക്ക് യേശുക്രിസ്തു നാമത്തിൽ ചോദിച്ചോളുന്നതയുടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. കർത്താവ് തന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ബഹുമാന്യ കർത്തൃ ശുശ്രൂഷകന്മാർ, സഹോദരി സഹോദരന്മാർ ഏവർക്കും പ്രാർത്ഥനാ ധ്വനി ഡൽഹി UP ചാപ്റ്ററിന്റെ സന്ധ്യ വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ കൂടിവരവുകൾക്ക് ശേഷം നാം ആയിരുന്ന എല്ലാ സ്ഥലങ്ങളിലും കർത്താവിന്റെ വലിയ കൃപ നാം ഏവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പ്രതിസന്ധിയുടെ ഉഗ്രമായ മേഖലയിൽ കൂടെ കടന്നുപോയവരും ഇതിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണല്ലോ. വിശിഷ്യ പ്രിയ ബെൻസൺ പാസ്റ്ററും സിസ്റ്റർ ബിന്ദുവും അവർ സഞ്ചരിച്ച വാഹനത്തിൻ്റെയുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടത്തിൽ ഏറിയ പ്രതിസന്ധിയിൽ കൂടെയാണ് അവർ കടന്നുപോയത്. പ്രാർത്ഥനാധ്വനിയുടെ അതുപോലെ തന്നെ മറ്റുമൊക്കെയുള്ള അനേകർ പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാനും ദൈവം കൃപ നൽകി. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥന സഹകാരികളെ കർത്താവ് പരിപാലിപ്പാനിടയായി തീർന്നു.
മറയ്ക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈ കൂടിയവരിൽ കൂടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുവാനുള്ളത്. ഒന്ന്, ദൈവവചന ശുശ്രൂഷ, അത് പ്രാരംഭത്തിൽ നടക്കണം. അതിനുശേഷം അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം വേർതിരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ വിഷയം വരുമ്പോൾ ആ കാര്യം ഞാൻ ഓർപ്പിക്കാം. തുടർന്ന് അല്പസമയം വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. പ്രാർത്ഥനാ ധ്വനിയുടെ ഒരംഗമായി ഷാരോൺ ഫിലിപ്സ് ചർച്ചിന്റെ പട്ടേൽ നഗറിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആൻസ്മോൻ ടി സണ്ണി തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് അല്പസമയം നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും. അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് അതിൽ സഹകാരികളാകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഈ പ്രാർത്ഥനാ സംഗമത്തിൽ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ, പ്രാർത്ഥനാ ധ്വനി ഡൽഹി UP ചാപ്റ്ററിന്റെ ബോർഡ് മെമ്പേഴ്സ് ആയിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ആദരണീയ ദൈവത്തിന്റെ ദാസന്മാർ, ഇതിൽ ഉപസ്ഥിതരായിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും കർത്താവായ യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല രാത്രിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കുവാനുള്ള അവസരം കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഈ പ്രാർത്ഥനാ സംഗമത്തിൽ അല്പസമയം ദൈവവചനം ശുശ്രൂഷിക്കണമെന്ന്. ഞാൻ വളരെ പരിമിതമായിട്ട് ഓൺലൈൻ മീറ്റിംഗിൽ ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുള്ളൂ. ഇന്ന് രാത്രി ദൈവാന്റെ അവസരം ഒരുക്കി തന്നതുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ സംഗമത്തിന്റെ ഉദ്ദേശം അല്പസമയം ദൈവസന്നിധിയിൽ വേറിട്ട് മധ്യസ്ഥത പ്രാർത്ഥിക്കുക എന്നുള്ളതാണല്ലോ. ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ ദൈവാത്മാവ് എന്നെ നയിച്ച വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങളാണ് ഇന്ന് രാത്രി അല്പസമയത്തെ ചിന്തയ്ക്കായി ആധാരമായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായിരിക്കുന്ന ദൈവവചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവാത്മാവ് ദൈവജനത്തോട് സംസാരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് ഈ 17-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വിലപിക്കുന്ന പ്രവാചകനായ കർത്താവിന്റെ ദാസനിലൂടെ ദൈവാത്മാവ് ഇടപെടുന്നത് ഇതിന്റെ 5-ാം വാക്യത്തിൽ മനുഷ്യരിൽ ആശ്രയിച്ച ജഡത്തെ തന്റെ ഭുജമാക്കി ദൈവത്തെ വിട്ടു മാറുന്നവർക്കുള്ള ശാപവും, 7-ാം വാക്യത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ അനുഗ്രഹീത അവസ്ഥയും, 9-ാം വാക്യത്തിൽ ഹൃദയത്തിന്റെ ഭയങ്കരതയും, അതിന്റെ 10-ാം വാക്യത്തിൽ ദൈവം എങ്ങനെ ഒരുവന് പ്രതിഫലം കൊടുക്കുന്നുവെന്നും, 11-ാം വാക്യത്തിൽ അന്യായമായി ധനം സമ്പാദിക്കുന്നവരുടെ ഗതി എന്താകുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ 7-8 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ അനുഗ്രഹീതമായ അവസ്ഥയെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ ഇന്ന് രാത്രി എന്റെ ചിന്ത ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക എന്നുള്ളതാണ് എന്നോട് ദൈവാത്മാവ് സംസാരിച്ച ഒരു വേദഭാഗം. ഇന്ന് രാത്രിയല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പല വിഷയങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എന്നോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥനാ സംഗമം എന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥന, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ചില പ്രത്യേക കാര്യങ്ങൾ, അത് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൊണ്ടുവരിക, ദൈവത്തിൽ ചാരുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഒന്ന്, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക. കർത്താവ് പറഞ്ഞ വാക്കുകൾ, അവന്റെ കഴിവ്,
അവന്റെ ശക്തിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക എന്നുകൊണ്ടത് അർത്ഥമാക്കുന്നു. കർത്താവ് എന്താണോ തന്നെ-കുറിച്ച് പറഞ്ഞത് അത് വിശ്വസിക്കുക, ലോകത്തെക്കുറിച്ച് നമ്മളെക്കുറിച്ച് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഇന്ന് രാത്രി എന്റെ ചിന്തനീയമായ വിഷയം. 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്. എന്നോട് കർത്താവ് സംസാരിച്ചത് ദൈവത്തിൽ ആശ്രയിക്കുന്ന പരിപാവനമായ ഒരു ദൈവാശ്രയം നമുക്കുണ്ടാകണം. സാഹചര്യങ്ങളൊക്കെ പ്രത്യേകാൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സുവിശേഷ വേലയ്ക്ക് ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് ഞാനൊരു ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ കാണുവാൻ ഇടയാക്കി ഒരു 12 പേര് ഒരു ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു ഭവനം ആക്രമിക്കപ്പെട്ടു എന്ന ഒരു ഒരു മാധ്യമത്തിനകത്ത് ഇങ്ങനെ കാണുവാൻ ഇടയാക്കി. ആ ഭവനത്തിലുള്ളവരെ എല്ലാം ആക്രമിച്ചു. അങ്ങനെയൊക്കെ സുവിശേഷ വേലയ്ക്ക് ഒത്തിരി പ്രതിസന്ധികൾ വരുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒത്തിരി ചിന്തകൾ കടന്നു വരുവാൻ ഇടയാക്കി. ഈ നാളുകൾ നമ്മുടെയൊക്കെ സുവിശേഷ വേലയിൽ പലവിധമായ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് പരിപാവനമായ വിശുദ്ധിയോടെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നമുക്കറിയാം. കർത്താവ് നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്നവനാണ്. കർത്താവ് നമ്മെക്കുറിച്ച് വിചാരമുള്ളവനാണ്. കർത്താവ് എന്നേക്കും സ്ഥിരതയുള്ളവനാണ്. കർത്താവ് നമ്മളെ വിടുവിക്കുവാൻ കഴിവുള്ളവനാണ്. അങ്ങനെ നമ്മുടെ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ നിശ്ചയമായും കർത്താവ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നിശ്ചയമായിട്ടും മറുപടി തരും. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 4-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് നിലവിളിച്ച ഒരു സന്ദർഭം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ അവിടെ എങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്? മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ. പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊക്കെ വളരെ അനിശ്ചിതത്വങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക അല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കർത്താവിന്റെ ദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ചെയർമാനായിരിക്കുന്ന ബെൻഷൻ ദാനിയേൽ പാസ്റ്റർ കുടുംബവും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ആ കാലയളവിലെല്ലാം പ്രാർത്ഥനാ സഹകാരികളായിരുന്ന നമ്മുടെയൊക്കെ പ്രാർത്ഥനയാണ് അവർക്ക് ബലമായി തീർന്നത്. ഇന്ന് രാത്രി ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്നതല്ലാതെ നമുക്ക് ഇന്ന് രാത്രി മറ്റൊരു സഹായം അല്ലെങ്കിൽ ഉറപ്പ് മറ്റെങ്ങും നമുക്ക് ലഭിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകം നമുക്കെല്ലാം വളരെ പുറപ്പാട് പുസ്തകം നമുക്കെല്ലാം വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. പ്രത്യേകിച്ച് 15, 16 അധ്യായങ്ങളിലെല്ലാം ദൈവത്തിന്റെ വലിയ നടത്തിപ്പ്, അത്ഭുതം കണ്ട ദൈവജനം മോശയ്ക്കും ദൈവത്തിന് വിരോധമായി പെറുപിറുക്കുന്ന ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളമില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരണം എന്നൊക്കെ പറഞ്ഞ് മോശയ്ക്ക് വിരോധമായി പെറുപിറുക്കുമ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് ഇനി എന്താണ് ഞാൻ ഈ ജനത്തിന് ചെയ്യേണ്ടത് എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. പ്രത്യേകിച്ച് സ്തോത്രം, ഈ ഭാഗം വായിക്കുമ്പോൾ യഹോവയുടെ കൽപ്പന പ്രകാരം പുറപ്പെട്ട ജനം ദൈവത്തിനും ദൈവദാസനും വിരോധമായി പെറുപിറുക്കുന്ന ഒരു സന്ദർഭം. ദൈവത്തിന്റെ വഴിയുടെ മഹത്വം കാണുവാൻ സ്തോത്രം തയ്യാറാകാതെ പെറുപിറുക്കുന്ന സന്ദർഭത്തിൽ ദൈവഭക്തനായിരിക്കുന്ന മോശ ദൈവത്തിൽ ചാരി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം തനിക്ക് വഴിയും ആലോചനയും പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭം നമുക്ക് ഈ 17-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, എന്നെ ചിന്തിപ്പിച്ചത് മറ്റൊന്നുമല്ല, ജനത്തിന്റെ കലഹത്തെങ്കിൽ മറ്റാരെയും വഴിചാരാതെ കോപിക്കുകയോ ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മോശയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. മോശയുടെ സൗമ്യതയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം പ്രസംഗിക്കുന്നവരാണ്, നമുക്ക് അറിയാം മോശയുടെ സൗമ്യത കർത്താവിന്റെ സൗമ്യതയുമായിട്ട് ഇവിടെ പലപ്പോഴും സാമ്യമുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ ശകാരിക്കുന്നവരെ പകരം ശകാരിക്കാതെ, എന്നോട് ഭീഷണം പറയുന്നവരോട് പകരം ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നത് പോലെ മോശയും ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിച്ച് ഭരമേൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാക്കുന്നു. സ്തോത്രം, ഇന്ന് രാത്രി നമ്മളും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി കടന്നു വന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ
നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ നമ്മുടെ ഇടയാക്കി. കാരണം ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ദൈവം നമ്മുടെ അവസ്ഥകളെ അറിയുന്നവനാണ്. ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്നവനാണ്. കർത്താവ് എന്നേക്കും സ്ഥിരതയുള്ളവനാണ്. കർത്താവ് നമ്മെ വിടിവിപ്പാൻ കഴിവുള്ളവനാണ്. ആ ദൈവത്തെങ്കിലേക്ക് നോക്കി മോശ ദൈവത്തോട് നിലവിളിപ്പാൻ നമ്മുടെ ഇടയാക്കി. ഇന്ന് രാത്രി യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുവാൻ ഞാൻ മോശയെ ആധാരമായി എടുക്കുവാൻ കാരണം, ജനമെല്ലാം വെറുവെറുക്കുമ്പോഴും മറ്റേ ആരെയും പഴിചാരാതെ, ആരോടും കോപിക്കാതെ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. ഇന്ന് രാത്രി നമ്മളൊക്കെ പലവിധമായ വിഷയങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ പഴിചാരുകയോ കോപിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അവിടെയൊക്കെ മോശ നമുക്ക് നല്ലൊരു മാതൃകയാണ്. ആരെയും പഴിചാരാതെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങളെ ഫലമേൽപ്പിച്ചാൽ ദൈവം നിശ്ചയമായിട്ട് നമുക്ക് വഴിയും ആലോചനയും പറഞ്ഞു തരുന്നവനാണ്. സദർശിവാക്യം 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്തോത്രം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി മോശയും അപ്രകാരം ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. ദൈവം തനിക്ക് വഴിയും ആലോചനയും പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ ഇടയാക്കി. ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥന ഏതൊക്കെ വിഷയങ്ങൾ നാം ദൈവസന്നിധിയിൽ വെക്കുന്നുണ്ട്, അതിൽ അനവധി അധികമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാകാം. ഇന്ന് രാത്രി പരിപാവനമായ വിശ്വാസത്തോടെ ദൈവാശ്രയത്തോടെ കർത്താവിന്റെ കരങ്ങളിൽ രാത്രി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാച്ചിരട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് നിശ്ചയമായിട്ടും മറുപടി തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വസിക്കാതെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്ത് ദൈവമുഖത്തേക്ക് നോക്കി നാം മുൻപോട്ട് പോയാൽ നിശ്ചയമായും കർത്താവ് നമ്മെ മാനിക്കുവാൻ നമ്മുടെ ഇടയാക്കി. ഇന്ന് രാത്രി എന്നെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിലൊക്കെ സ്തോത്രം, ചില വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് നിശ്ചയമായി മറുപടി തരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് കർത്താവിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇന്ന് രാത്രികാലം നമുക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിക്കാം. രണ്ടാമത്തെ കാര്യം അതിന്റെ അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയും. 8-ാം വാക്യത്തിൽ, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഒരു ദൈവാശ്രയമുള്ള ഭക്തനെ സംബന്ധിച്ച് അവന് ഉഷ്ണം തട്ടത്തില്ല എന്ന് അവിടെ പറയുന്നില്ല. ഉഷ്ണം തട്ടും, എന്നാൽ അതിന്റെ ഇല പച്ചയായിരിക്കും. അവിടെ പറയുന്നുണ്ട് വരൾച്ച ഉണ്ടാകും, എന്നാൽ എന്നേക്കും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും എന്ന ഉറപ്പ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രതിസന്ധികൾ നിശ്ചയമായിട്ടും ഉണ്ടാകും. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവാശ്രയമുള്ള ഒരു ദൈവഭക്തനെ, ധൈര്യത്തോടെ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ എന്നേക്കും ഫലം കായ്ക്കുവാൻ, എന്നും നിലനിൽക്കുവാൻ, എന്നും പച്ചയായി നിൽക്കുവാൻ സ്വർഗത്തിന് ദൈവം സഹായിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗത്തോട് ബന്ധത്തിൽ സ്തോത്രം, ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3 യൗവനക്കാരെ നമുക്ക് അവിടെ ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. ചന്ദ്രക്ക്, മേശക്ക്, അബേദ്രഹോഗ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന കർത്താവിന് സ്തോത്രം, ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ച് അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ രാജാവിന്റെ കൽപ്പനയ്ക്ക് കീഴടങ്ങുകയോ പിന്മാറിപ്പോകുകയോ അവിശ്വസിക്കുകയോ ഒന്നും ചെയ്യാതെ ദൈവത്തിൽ അവർ പൂർണ്ണമായി വിശ്വസിച്ചുറച്ചു. സ്തോത്രം, ഇവിടെ പറയുന്നത് പോലെ തന്നെ അവരുടെ പ്രതിസന്ധികൾ അവരുടെ തരണം ചെയ്യുന്ന സാഹചര്യം മുൻപിൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. രാജാവിന്റെ കൽപ്പനയ്ക്ക് മുട്ടുമടക്കുകയല്ലാതെ യാതൊരു മാർഗവുമില്ല. ആ സാഹചര്യത്തിലും വിശ്വാസത്തിന്റെ തീഷ്ണതയോടെ അവർ നിൽക്കുവാൻ തക്കോണം ഇടയാക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ മുമ്പേ കണ്ട വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ഒരു സാക്ഷ്യം കാണുവാൻ ഇടയാക്കുന്നു. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അനേകര് കർത്താവിന്റെ വചനത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന അനേക സാക്ഷ്യങ്ങൾ ആ ചാനലിലൂടെ എനിക്ക് കേൾക്കുവാൻ ഇടയാക്കുന്നു. ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല, സ്വന്തം വീടുകളിൽ കിടന്നുറങ്ങുവാൻ സാഹചര്യങ്ങളില്ല, സ്വന്തം ഗ്രാമം വിട്ട് പല സ്ഥലങ്ങളിൽ ഒളിച്ചു പാർക്കുന്ന അനേകരെ കുറിച്ചൊക്കെ ഞാൻ അതിൽ കാണുവാൻ ഇടയാക്കുന്നു.
എനിക്ക് ഒത്തിരി മനസ്സിൽ ഒത്തിരി സങ്കടം തോന്നി. അപ്പോഴൊക്കെ ദൈവാത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഗം, ദൈവത്തിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുക. ഉഷ്ണം തട്ടുമ്പോൾ പച്ചയായിരിക്കുവാൻ, വരൾച്ച വരുമ്പോൾ എന്നും ഫലം കായ്ക്കുവാൻ കൃപ നൽകുന്ന ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി കാലവും ഈ പ്രാർത്ഥനാ മധ്യത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന, പ്രത്യേകിച്ച് സുവിശേഷ മേഖലയോടുള്ള ബന്ധത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വരുന്ന ഒരു കാലയളവിൽ അനേക ആളുകൾ ഇന്ത്യയിൽ പാർക്കുവാൻ താല്പര്യമില്ലാതെ ഈ ഇന്ത്യയിൽ നിന്നൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാനൊക്കെ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സഭയിലുള്ള ഒരാൾ എന്നോട് പറയണ്ടേ, ഇന്ത്യയിൽ എങ്ങനെ പാർക്കുവാൻ സാധിക്കും? സ്തോത്രം. ഇന്ത്യയിലെ സാഹചര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഡൽഹിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഡൽഹിയിലൊക്കെ ഇനി എന്തായി തീരുമെന്നൊക്കെ ഇങ്ങനെ ചോദിപ്പാൻ ഇടയാക്കും. അപ്പോഴൊക്കെ ദൈവാത്മാവ് ബലപ്പെടുത്തിയൊരു ഭാഗം, ഉഷ്ണം തട്ടുമ്പോൾ പച്ചയായിരിക്കുവാൻ കൃപ നൽകുന്ന ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. വരൾച്ച വരുമ്പോൾ എന്നും ഫലം കായ്ക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. സ്തോത്രം. ചന്ദ്രക, മേശക്, അബേദ്നെഗോഗ് എന്ന ബാലന്മാരുടെ വിശ്വാസം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവർ കർത്താവിൽ ആശ്രയിച്ചു. സ്തോത്രം. 7 ഇരട്ടി ഇരട്ടി തീയിലേക്ക് എരിയുന്ന തീയിലേക്ക് അവരെ ബന്ധിച്ച് എറിഞ്ഞു കളയുമ്പോൾ അവർ വിശ്വാസം ത്യജിച്ചില്ല, കർത്താവിനെ മുറുകെ പിടിച്ചു. കർത്താവിനെ മുറുകെ പിടിക്കുമ്പോൾ രാജാവിന്റെ നാവിൽ നിന്നും ഒരു സാക്ഷ്യം പുറത്തു വരികയാണ്. നമ്മളുടെ എറിഞ്ഞത് 3 പേരെയാണ്, എന്നാൽ ബന്ധനമെടിഞ്ഞ 4 പേര് ആ തീയിൽ കൂടി നടക്കുന്നത് ഞാൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 4-ാമന്റെ രൂപം ഒരു ദൈവപുരുഷന്റെ രൂപം പോലെ ഞാൻ കാണുന്നുവെന്ന് പറയുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസം ദൃഢതയുള്ളതായിരുന്നു. അവരുടെ വിശ്വാസം അത്രത്തോളം തീഷ്ണതയുള്ളതായിരുന്നു. ഇന്ന് രാത്രികാലം പ്രാർത്ഥനാ സഹകാരികളായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയിൽ, വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗികൾ ഇന്ന് രാത്രി പ്രാർത്ഥനാ സംഗമത്തിൽ സൗഖ്യമാകുവാനിടയാക്കിയും ചില പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മാനസികമായി തകർന്നിരിക്കുന്ന ചില പ്രത്യേക വ്യക്തികൾ ഇന്ന് രാത്രി വിടുവിക്കപ്പെടുവാൻ തക്കണമിടയാക്കിയും. ഇന്ന് രാത്രി കാലം സുവിശേഷ വേലയിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന അനേകം ദൈവത്തിന്റെ ദാസന്മാർക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ദൈവത്തിന്റെ വിടുതലിന്റെ കരം വ്യാപരിപ്പാൻ തക്കണമിടയാക്കിയും. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, നാം ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവം മാത്രം ആശ്രയമായി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഭാരപ്പെടുന്ന, സാമ്പത്തികമായി, ആത്മികമായി, ശാരീരികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെ പേരും ഇന്ന് രാത്രി വിശ്വാസ നിമിത്തം സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം വ്യാപരിപ്പാൻ കൊണ്ടവിടയാത്തീരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇന്ന് രാത്രി സ്തോത്രം ഉപസംഹരിക്കുവാൻ ഇന്ന് രാത്രി അല്പസമയങ്ങൾ കൂടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഉപസംഹരിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായ ഒരു ദൂത് കൈമാറുന്നത് യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ദൈവമക്കളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഏതെങ്കിലും അനിശ്ചിതത്വം നിറഞ്ഞ അവസ്ഥകളിലൂടെ നാം കടന്നു പോകുകയാണെങ്കിൽ, അപകടം നിറഞ്ഞ അവസ്ഥകളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ, ഇന്ന് രാത്രി ഉഷ്ണം തട്ടുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഭയപ്പെടാതെ പച്ചയായിരിക്കാൻ കൃപ നൽകുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വരൾച്ച വരുമ്പോൾ എന്നും ഫലം കായ്ക്കുവാൻ സഹായിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നാം ഒരുമിച്ച് അല്പസമയം സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുവാനിടയാറ്റിരട്ടെ. എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ പരാജയപ്പെടുവാൻ ശത്രു നമുക്ക് വേണ്ടി വെല്ലുവിളി ഉയർത്തിയോ, അവിടെയൊക്കെ നമ്മെ ഉയർത്തുന്ന, നമുക്ക് വേണ്ടി പദ്ധതി ഒരുക്കുന്ന, നമുക്ക് ആലോചനയും വഴികാട്ടിയുമായ സ്വർഗത്തിന്റെ ദൈവം ഇന്ന് രാത്രി നമ്മളോട് കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിച്ച കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയാറ്റിരട്ടെ. ഞാൻ എന്റെ രാത്രിയിലേക്ക് തന്ന സമയത്തിന്റെ പരിധിക്കുള്ളിൽ എന്റെ വാക്കുകൾ ഇന്ന് രാത്രി ഉപസംഹരിക്കുന്നു. സമയം തന്ന ദൈവദാസന്മാരോടുള്ള നന്ദി ഈ സ്ഥലത്തിൽ അറിയിക്കുകയാണ്. ദൈവത്തിൽ എന്നേക്കും ആശ്രയിക്കാം. യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ഉഷ്ണം തട്ടുമ്പോൾ വാടിപ്പോകുകയില്ല, ഭയപ്പെടുകയില്ല, അവൻ പച്ചയായിരിക്കും. വരൾച്ച വരുമ്പോൾ അവൻ എന്നേക്കും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് വചനത്തിലൂടെ വ്യക്തമായ ആലോചന കൈമാറുന്നു. ഏതെങ്കിലും നിലയിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് രാത്രിയിലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുന്ന രാത്രിയാണ്, വിടുതൽ നൽകാൻ പോകുന്ന രാത്രിയാണ്. രാത്രി സ്വർഗത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരെയും വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കപ്പെട്ട ദൈവവചനത്തിന്റെ മുമ്പിൽ വിശ്വസിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ കരുതിക്കൊള്ളുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ,
ശരണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് അല്പസമയം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്ക് ഇന്നത്തെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ ഏകദേശം ഒരു 4 മാസമായി നമ്മോട് ജോയിൻ ചെയ്ത് ഡൽഹി UP ചാപ്റ്ററിന്റെ ഒരു അംഗമായി പ്രവർത്തിക്കാൻ സന്മനസ്സോടെ വന്ന ഇവാഞ്ചലിസ്റ്റ് ജേക്കബ് മാത്യു. അദ്ദേഹം മയൂർവാറിൽ താമസിച്ച് ജോലിയോടെ ബന്ധത്തിൽ തന്നെ പരിശുദ്ധ പ്രവർത്തനത്തിലും ഏർപ്പെട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന് നമ്മുടെ ഈ മീറ്റിംഗുമായിട്ട് വലിയ എക്സ്പീരിയൻസ് ഇതിന് മുൻപ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് അതൊരു എക്സ്പീരിയൻസ് ആയി മാറും. അപ്പോൾ തന്നെ ഇതിൽ സംബന്ധിക്കുന്ന പൊതുവിലുള്ള പ്രിയപ്പെട്ടവരോട് ഒരു നിർദ്ദേശമുള്ളത്, അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ട് വിഷയങ്ങൾ പറയുന്നതിന് മുൻപ് നിങ്ങളുടെ പേര് പറയും. ഇതിനകത്ത് ഈ ഡിവൈസിൽ കാണുന്ന പേര് അദ്ദേഹം പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പേര് പറഞ്ഞിട്ടായിരിക്കും അടുത്ത വിഷയങ്ങളിൽ അദ്ദേഹം പറയാനായി പോകുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായി വിഷയം എളുപ്പമായി കേട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അതല്ല അവസാനം നിങ്ങളുടെ പേര് പറയാൻ പോകഴിഞ്ഞാൽ എന്താ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കത്തുമില്ല. അതുകൊണ്ട് പ്രാരംഭത്തിൽ തന്നെ നിങ്ങളുടെ പേര്, ഈ ഡിവൈസിലുള്ളവരുടെ പേര് പറയുമ്പോൾ പിന്നാലെ വരുന്ന വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ആമേൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി കർത്താവിന്റെ കൃപ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. സുവിശേഷകൻ ജേക്കബ് മാത്യുവിനെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? അവിടെ സ്തോത്രം. കേൾക്കുന്നുണ്ടോ? ക്ലിയറാ. ഓക്കെ. ഇന്ന് രാത്രികാലം ഈ പ്രത്യേക സൂം മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വിലയേറിയദാസൻ പാസ്റ്റർ ജോൺ തോമസ്, പാസ്റ്റർ KV ജോസഫ്, പാസ്റ്റർ ബെൻസൺ ദാനിയേൽ, മറ്റ് ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് രാത്രികാലം നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് സിസ്റ്റർ അനിത കോശി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ വിഷയം പറയുന്നു. നമ്മുടെ ഡൽഹി NCRലുള്ള എല്ലാ ചർച്ചസിന് വേണ്ടി, പാസ്റ്റേഴ്സിന് വേണ്ടി, ബിലീവേഴ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡൽഹി, നോയിഡ, ഗാസിയാബാദ്, ഫരീദാബാദ്, ഗുരുഗ്രാം ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാർക്കായിട്ട്, ദൈവസഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നിലനിൽക്കുന്ന ഫലവത്തായ ഒരു ഉണർവുണ്ടാകുവാൻ, സഭകൾ, വ്യക്തികൾ, കുടുംബങ്ങൾ ഉണർത്തപ്പെടുവാൻ, ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഡൽഹി NCRലുള്ള എല്ലാ ദൈവസഭകളെയും ദൈവദാസന്മാരെയും വിശ്വാസികളെയും ഓർത്ത് അവരിൽ ഒരു നിലനിൽക്കുന്ന ഫലവത്തായ ഉണർവുണ്ടാകുവാൻ, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിലനിൽപ്പാൻ, നമ്മളെ ആക്കിയിരിക്കുന്ന ദേശത്ത് കർത്താവിന്റെ സാക്ഷിയായി നിലനിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദേശത്തിന്റെ പലയിടങ്ങളിൽ നാം വായിക്കുന്ന ആ ദേശത്തെ ഓർത്ത്, ആ ദേശത്തെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസി അനിത കോശി ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. കാരുണ്യവാൻ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ഈ രാത്രിയുടെ സമയത്ത് കർത്താവേ, ഈ പ്രാർത്ഥനാ ധ്വനി ഡൽഹി UP ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതായ ഈ പ്രാർത്ഥന മീറ്റിംഗിൽ കർത്താവെ, അടിയങ്ങളിലും കർത്താവിന്റെ സന്നിധിയിലെ ഒരു ഭാഗമാക്കാവുന്ന കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളായിരുന്ന ൊക്കെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മറവിൽ നീ അവിടെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് കർത്താവെ, വരാവുന്ന സകലാപത്തിനർത്ഥങ്ങൾ നോക്കുകയും ഞങ്ങളെ വിടുവിച്ച് കർത്താവ് വീണ്ടും അല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ മുട്ടുമടക്കുവാന് സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞത്തോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് രാത്രിയുടെ സമയത്ത് കർത്താവെ, ഞങ്ങൾക്ക് അനുഗ്രഹമായ മെസ്സേജ് കേൾക്കുവാനൊക്കെയും ദൈവം ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ
കർത്താവെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ വരൾച്ചയുടെ സമയത്തൊക്കെയും ദൈവം കർത്താവെ അതിന്റെ മധ്യത്തിൽ ഞങ്ങൾ തളർന്നു പോകാതെ വേണം കർത്താവ് ഞങ്ങൾ ഓരോ ദിവസവും അത്ഭുതകരമായി അതിശയകരമായി കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഇതുവരെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദിയോട് സ്തോത്രം കർത്താവെ. നീ അവിടെ ഞങ്ങളോട് കരുണ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കർത്താവെ, പ്രിയ കർത്തദാസനിൽ കൂടെ കേട്ടതായ പ്രാർത്ഥന വിഷയങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ഡൽഹിയുടെ പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നോയിഡ പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഫരീദാബാദ് പ്രദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഗുരുഗ്രാം പ്രദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെയൊക്കെ നടക്കുന്ന കർത്താവിന്റെ വേലയൊക്കെയും വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു ശത്രുവോ ദുഷ്ടനോ നോട്ടയിടുവാൻ അവിടുന്ന് അനുവദിക്കരുത് കർത്താവ്. നിന്റെ രക്തം കൊണ്ട് കർത്താവെ ഓരോ കർത്തദാസന്മാർ പാർക്കുന്ന ഭവനങ്ങളെ കർത്താവെ, അവർ ശുശ്രൂഷിക്കുന്ന സഭകളെ കർത്താവെ, അവിടെ എല്ലാ കർത്താവ് വിശ്വാസി ഇടങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെട്ട് ജീവിപ്പാന് കർത്താവെ, കർത്താവിന്റെ വേല ചെയ്യുവാന് കർത്താവ് ഓരോരുത്തരെയും ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ തക്കണം ദൈവമേ. അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന്റെ കർത്താവെ, ഹല്ലേലൂയ, എല്ലാ കർത്താവിന്റെ വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അനേകര് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാന് കർത്താവെ അവിടുന്ന് ഞങ്ങളോട് കർത്താവെ കരുണ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദേശങ്ങളിലുള്ള എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും കർത്താവ് ഒരു വിടുതൽ തന്ന് കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവെ അനേകര് ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുവാന്, അനേകര് കർത്താവ് അനേക ജാതികളിൽ നിന്ന് കർത്താവെ അനേകര് കർത്താവിന് വേണ്ടി സമർപ്പിച്ച് മുന്നോട്ട് കടന്നു വരുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പാസ്റ്റർമാരെയും കുടുംബങ്ങളെ നിന്റെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാ വിശ്വാസി ഗണങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന വേലകളെല്ലാം ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മീറ്റിങ്ങിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്താവെ കർത്തദാസന്മാരെ കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പ്രാർത്ഥന മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസനായി നന്ദിയോട് സ്തോത്രത്തിന്റെ മകനെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയാനും കേട്ടിരിക്കാൻ സ്തോത്രം. സ്ഥലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നതയോടെ കേട്ട് ഉത്തരം വരുമാറാണമേ പൊന്നു പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടെല്ലാം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. അടുത്ത പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ജേക്കബ് വർഗീസ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ വിഷയം പറയുന്നു: നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം നമ്മൾക്ക് ദാനമായി തന്ന നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും, നമ്മുടെ എല്ലാ ചർച്ചസിലുള്ള എല്ലാ യൂത്തിന് വേണ്ടി, സൺഡേ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവർ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവം അവരെ സഹായിപ്പാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ദൈവഭയം കൊടുക്കുവാൻ, ഫിയർ ഓഫ് ദ ലോർഡ് തള്ളി കൊടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയിലും ഭവനത്തിലും സമൂഹത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യൂത്ത് അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് അവർക്ക് നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ വിവാഹപ്രായമായ എല്ലാ യൂത്തിനും കർത്താവ് തക്ക സമയത്ത് തക്ക തുണയെ ഒരുക്കി കൊടുക്കുവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവൻ നയിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ജേക്കബ് വർഗീസ് പ്രാർത്ഥിക്കുന്നത്. ഒരാള് ഇല്ല, ജേക്കബ് വർഗീസ് ഇല്ല, എക്സിറ്റ് ആയി. ഓക്കെ. എന്നാൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസി ആൻസി ജിജി പ്രാർത്ഥിച്ചു. ആൻസി ജിജി കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനാദ്യമേ സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനാ നന്ദി പറയത്തോടെ സ്തുതിയും ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് ഈ സമയത്ത് കടന്നു വരുവാന് അപ്പച്ചാങ്ക സ്തുതിപ്പാൻ മുഖത്തോട് തന്നെ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി അവിടുത്തെ വിശ്വസ്തകൾക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പിതാവേ, ദൈവത്തിന്റെ കൃപയാല് ദിവസത്തിൽ കർത്താവ് വിഷയമായി കടന്നു വരുന്ന പ്രായ ഗ്രൂപ്പിനെ ഒരുക്കിയെടുത്ത വിശ്വസ്തകൾക്കായി നന്ദി പറയത്തോടെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവ് ഇതെല്ലാം എല്ലാ പ്രിയപ്പെട്ട അനുഗ്രഹിപ്പാൻ ഏൽപ്പിച്ച് പ്രാർത്ഥന പറയപ്പെട്ട വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾക്കൊക്കെയും ദാനമായി തന്നി ഞങ്ങളുടെ എല്ലാ തലമുറകളെയും പിതാവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാ തലമുറകളെയും നീ സൂക്ഷിക്കണമേ. എല്ലാ തലമുറ ദൈവകൃപയുള്ളവരായി വളർന്നു വരുവാൻ ദൈവമേ കൃപ ചെയ്ത് സഹായിക്കണമേ.
പിഞ്ചുഞ്ഞുള്ള ദൈവം അനുഗ്രഹിക്കണമേ. ബാലവിടുന്നൊക്കെയും കർത്താവ് വിടുവിക്കണം. ആരോഗ്യം ബലവും സൗഖ്യം നൽകുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ പോക്കിലെ വരലതിന് കൃപ കൂട്ടിയിരിക്കണമേ. അന്നത്തൊന്ന് കടന്നു വരുവാൻ അനുവദിക്കാതെ സൂക്ഷിക്കണം. ബുദ്ധി ഞാൻ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളാണ് കർത്താവേ, അവർക്ക് നല്ല റിസൾട്ട് ലഭിക്കപ്പെടുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ അഡ്മിഷൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, നല്ല അഡ്മിഷൻ ലഭിക്കപ്പെടുവാൻ ദൈവം പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹയർ സ്റ്റഡി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനകാലത്തിന് കൃപ പഠിക്കാൻ ആവശ്യമാണ് ബുദ്ധിജ്ഞാനം കർത്താവ് കൊടുക്കുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന യൗവനകാലത്ത് ദൈവനാമോദിന് പ്രയോജനപ്പെടുന്നവരായി തീരുമാനിയാക്കണേ. വാക്കിൽ നടപ്പിൽ പ്രവർത്തനം മാതൃകയോടെ വിശ്വസ്തയോടെ ദൈവയോടെ ജീവനൊക്കെയും ബലപ്പെടുത്തുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളെ വിട്ട് പല സ്ഥലത്ത് താമസിക്കുന്ന ആയിരം കുഞ്ഞുങ്ങളൊക്കെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരവരായിരുന്ന സ്ഥാനത്ത് സൂക്ഷിനെ പരിപാലിക്കണമേ. അവർക്ക് വേണ്ടത് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകുവാൻ എന്റെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാവപ്രായ കുഞ്ഞുങ്ങളൊക്കെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാവപ്രായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്കതായ തുണകളെ വഴികളെ ദൈവം ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ ഒരുക്കട്ട വഴിയാൽ കുഞ്ഞുങ്ങൾ സഞ്ചരിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്ത് സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ഭൗതികമാവസ്ഥയിൽ വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അതിനേക്കാൾ ഉപരി ദൈവമുള്ളവരായി ദൈവഭയമുള്ളവരായി ദൈവത്തിനെ വായിക്കുന്നവരായി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവരായി ഞങ്ങളുടെ ആത്മാവിൽ നിറയപ്പെട്ട കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കർത്താവ് വേലയ്ക്ക് പ്രയോജനമുള്ളവരായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും ഓരോ ദിവസവുമായി തീരുവാൻ എന്റെ ദൈവമേ അങ്ങ് കൃപ ചെയ്ത് സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് ഇസ്രായേലിന്റെ ദീപം ദാവീദായി തീർന്ന പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏതെല്ലാം ദേശങ്ങളിലായിരിക്കുന്നു അവിടെയൊക്കെ ക്രിസ്തുവിന്റെ ദീപങ്ങളായി ശോഭിക്കപ്പെടുവാൻ സ്വർഗം കൃപ ചെയ്ത് സഹായിക്കുകയും ചെയ്യുമാറാകണമേ. സഭയ്ക്ക് സമൂഹത്തിന് ദേശത്തിന് ദൈവനാമത്തിന് പ്രയോജനമുള്ളവരായി ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളുമായി തീരുവാൻ ദൈവസന്നിധിയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേലയ്ക്ക് മുതൽ കൂട്ടായി തീരാൻ കൃപ ചെയ്യണം, സഹായിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ മഹത്തുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. അടുത്ത പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ വർക്കി പി വർഗീസ് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസൻ വർക്കി പി വർഗീസ് പ്രാർത്ഥനാ വിഷയം പറയുന്നു. നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉത്തർപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കാം. യു പിയിൽ അനേക ദേവദാസന്മാർ ജയിലിലായിരിക്കുന്നു, പ്രതികൂല കാലാവസ്ഥയിലായിരിക്കുന്നു, പ്രതികൂല സാഹചര്യത്തിലായിരിക്കുന്നു. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കാം. ഹരിയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജാർഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. മധ്യപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബീഹാറിന് വേണ്ടി പ്രാർത്ഥിക്കാം. വെസ്റ്റ് ബംഗാളിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ നോർത്ത് ഇന്ത്യ സ്റ്റേറ്റിലുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദേവദാസന്മാരെ ദൈവം ശക്തീകരിപ്പാൻ ബലപ്പെടുത്തുവാൻ പ്രതികൂലത്തിൽ കഴിയുന്ന ദേവദാസന്മാരെ ദൈവം വെടിവിക്കാൻ വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ വർക്കി പി വർഗീസ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല വൈകിയ വേളയ്ക്ക് ഞങ്ങൾ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് ഇങ്ങനെ ഓൺലൈൻ വഴിയായി കർത്താവേ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സംഗമം ക്രമീകരിപ്പാൻ കർത്താവ് ഒരുക്കിയ ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദാസൻ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട വിഷയത്തെ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നോർത്ത് ഇന്ത്യയുടെ എല്ലാ മിഷനറിമാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. വടക്കേ ഇന്ത്യയിൽ അമേൻ ചൂടേറിയ മരിയ താവേ മരുഭൂമിയിൽ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ വേലയിൽ ആയിരിക്കുന്ന എല്ലാ കർത്തൃഭൃത്തന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ. എവിടെയെല്ലാം പ്രതികൂല അനുഭവങ്ങളുണ്ടോ ആ ഇടങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ദേശങ്ങളിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അമേൻ. ഇവിടെ പറയപ്പെട്ട ഓരോ സംസ്ഥാനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അമേൻ. വളരെ തീച്ചൂലയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേക കർത്തൃഭൃത്തന്മാരുണ്ടല്ലോ, അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഉത്തർപ്രദേശിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ബീഹാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വെസ്റ്റ് ബംഗാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അമേൻ. ഒറീസയ്ക്ക് വേണ്ടി, രാജസ്ഥാന് വേണ്ടി, അമേൻ. ഹല്ലേലൂയ. അമേൻ. മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഛത്തീസ്ഗഡിന് വേണ്ടി, മധ്യപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അമേൻ. എവിടെയെല്ലാം പ്രതികൂല അനുഭവങ്ങളുണ്ടോ, എവിടെയെല്ലാം കർത്താവേ ദേവദാസന്മാർ വെല്ലുവിളി നേരിടുന്നുവോ, സുവിശേഷ പ്രവർത്തനങ്ങൾക്കെതിരെ തടസ്സങ്ങളുണ്ടോ, കർത്താവേ ഓർവിളികളുണ്ടോ, ഇടങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ലെന്ന് അരുളി ചെയ്ത കർത്താവ്, ഹല്ലേലൂയ. അങ്ങയുടെ പ്രവൃത്തി അങ്ങ് ചെയ്യുന്ന ദൈവമാകയാൽ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത കർത്താവേ, ഹല്ലേലൂയ. ശത്രുവിന്റെ പദ്ധതികളെ കർത്താവെ അങ്ങ് ക്യാൻസൽ ചെയ്യുന്ന ദൈവമാകയാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങയുടെ ജനത്തെ കർത്താവ് ധൈര്യപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ധൈര്യം കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിനാൽ അഭിഷേകത്താൽ അവരെ നിറയ്ക്കുമാറാകണമേ. വിശ്വസ്തയോടെ കർത്താവെ, ധൈര്യത്തോടെ, ഹല്ലേലൂയ, വെല്ലുവിളികളെ നേരിടുവാനുള്ള കൃപ ഞങ്ങളുടെ ജനത്തിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിനെ ഞങ്ങൾ മുഴുവനായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രവൃത്തി ഞങ്ങളുടെ ദേശങ്ങളിൽ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വരുന്ന നാളുകളിൽ കർത്താവെ പ്രതികൂലമാണെങ്കിൽ കർത്താവെ ഞങ്ങളുടെ പ്രവൃത്തി അങ്ങ് ചെയ്യുന്ന ദൈവമാണല്ലോ. ദൈവസഭകളെ ഉണർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനെ ഉണർത്തപ്പെടുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദിവസങ്ങളിൽ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ ഇടങ്ങളിലും കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം നാമം ഘോഷിക്കപ്പെടുവാൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ നാമം ഉയർത്തപ്പെടുവാൻ, ഹല്ലേലൂയ, ബന്ധനത്തിലിരിക്കുന്നവർ പുറത്തു വരുവാൻ, കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പ്രവൃത്തി അങ്ങ് വരുന്ന നാളുകളിൽ ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ ദേശങ്ങളിൽ ചെയ്യാൻ പോകുന്നതിനാൽ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വലിയ വലിയ ഉണർവ് വടക്കേന്ത്യയുടെ പ്രദേശങ്ങളിൽ കർത്താവ് അയക്കുന്നതിനാൽ അങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയ മഴയുടെ മുഴക്കമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ ദേശങ്ങൾ വിടിവിക്കപ്പെടാൻ പോകുന്നതിനാൽ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഭരണാധികാരികളെ കർത്താവ് തൊടാൻ പോകുന്നതിനാൽ, ഹല്ലേലൂയ, എതിരാളികളെ വിരോധികളെ കർത്താവ് തൊടാൻ പോകുന്നതിനാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന യാചനം കേട്ട് ഞങ്ങളുടെ രാജ്യങ്ങളിൽ, ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ പ്രവൃത്തി അയച്ചതിനാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടെല്ലാം സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. അടുത്ത വിഷയത്തിന് വേണ്ടി മയൂർ ഫേസിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പ്രിയ കെ ജോണച്ചാൻ പ്രാർത്ഥിക്കണം. കെ ജോണച്ചാൻ പ്രാർത്ഥിക്കണം അടുത്ത വിഷയത്തിന് വേണ്ടി. നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനായിട്ട് പ്രാർത്ഥിക്കാം. 544 ലോക്സഭ എം പിമാർക്കായിട്ട്, രാജ്യസഭ എം പിമാർക്കായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാർക്കായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ MLA മാർക്കായിട്ട് പ്രാർത്ഥിക്കാം. IAS IPS ഓഫീസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പോലീസ് ഓഫീസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കോടതി, ഹൈക്കോടതി, അവിടെയുള്ള എല്ലാ ജഡ്ജസിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ പറയപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കെ ജോണച്ചായൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, പിന്നെ നാമത്തെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി സമയം കർത്താവേ, ഞങ്ങൾ ചുരുക്കം പേരാണ് കർത്താവേ പ്രാർത്ഥനാത്തിലൂടെ മാധ്യമത്തിൽ കൂടി കർത്താവേ തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങളുടെ മഹാഭാഗ്യത്തിനായി സ്തോത്രം കർത്താവേ. അവിടുത്തെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ കഴിയുന്ന ദിവസം കർത്താവ് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് ഓരോ ദിവസവും ഞങ്ങൾക്ക് അത് അനുഭവിച്ചറിയുവാൻ താന്ത്രങ്ങൾക്കായി സ്തോത്രം കർത്താവെ. പ്രത്യാലി സമയം കർത്താവെ ഹാലേലിയ പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചതായ വിഷയങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ സ്തോത്രം. ദൈവമേ, തിരുവചനത്തിന് അവളോട് കർത്താവെ നിങ്ങളോട് അറിയിച്ചിരിക്കുന്നത് പോലെ കർത്താവെ ഹാലേലിയ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ ഹാലി ഞങ്ങളെ ഉപദേശം നൽകിയിരിക്കുകയാണല്ലോ കർത്താവെ സ്തോത്രം. ഇന്ത്യ മഹാരാജ്യത്തിൽ കർത്താവെ നിയന്ത്രിക്കുന്നതായ ഭരണാധികാരികളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ സ്തോത്രം. സകല അധികാരം ഉയർത്തുന്നുള്ളതാകിയാൽ കർത്താവെ സ്തോത്രം. സകലർക്ക് കർത്താവെ ബുദ്ധിയും ജ്ഞാനും ദൈവം അവിടുന്ന് കൊടുക്കുന്നതാണല്ലോ കർത്താവെ സ്തോത്രം. ഹാലേലിയ. ദൈവ വിഷയമായി കർത്താവെ ഒരു കർത്താവെ പ്രവർത്തിപ്പാൻ ഇടയാക്കണമേ. ജീവനുള്ള ദൈവത്തെ കുറിച്ചുള്ള ഒരു ഭയം അവരുടെ ജീവിതത്തിൽ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലേലിയ. ദൈവജനത്തിന് വിരോധമായ നിയമങ്ങളൊക്കെ എഴുതുമ്പോൾ കർത്താവെ ഹാലേലിയ ദൈവത്തെ കുറിച്ചുള്ള ഒരു ഭയം അവരുടെ ജീവിതത്തിൽ വരുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സത്യന്യായമായ രീതിയിൽ ഭരണം നടത്തുവാൻ കർത്താവെ ഹാലേലിയ ദൈവത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു, പ്രസിഡന്റിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു, എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ സ്തോത്രം. കർത്താവെ അവരാരും കർത്താവെ മാനുഷികമായ ബുദ്ധിയല്ല ദൈവത്തിൽ നിന്നുള്ളായ ദൈവജ്ഞാനം ഉപയോഗിച്ച കർത്താവെ ഒരു കർത്താവെ ദേശത്തെ ഹാലേലിയ നിയന്ത്രിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. എല്ലാ ഭരണാധികാരികൾക്കായി സ്തോത്രം. എല്ലാ സ്റ്റേറ്റിലുള്ള ലീഡേഴ്സിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. എല്ലാവരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യമൊക്കെ അനുഭവിച്ചറിയുവാന് ദൈവത്തോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. കർത്താവെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമേ സ്തോത്രം. കർത്താവെ ഹാലേലിയ ന്യായാധിപന്മാർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവെ ന്യായമായ രീതിയിൽ കർത്താവെ ഹാലേലിയ സകലവും നിർമ്മിപ്പാൻ ദൈവനെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ സ്തോത്രം. ഹാലേലിയ എല്ലാ ഉദ്യോഗത്തിൽ നിന്നുള്ള എല്ലാ ഉയർന്ന കർത്താവെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കർത്താവെ സ്തോത്രം. അവരൊക്കെയും കർത്താവെ ദൈവത്തിലുള്ളതായ കർത്താവെ ഹാലേലിയ ബുദ്ധിയും ജ്ഞാനം ഉപയോഗിച്ച് ദൈവത്തെ വലിപ്പാനും നിയന്ത്രിപ്പാനും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവജനത്തിന് വിരോധമായി കർത്താവെ എഴുന്നേൽക്കുന്ന സകല അന്ധകാര ശക്തികളെയും കർത്താവെ അവിടുന്ന് ശാസിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താഴ്മ ധരിച്ച കർത്താവെ ഹാലേലിയ ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ നന്മകള് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി
വീഴ്പ്പെടുവാൻ നീ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം. നാഥാ, ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും കേട്ടിരിക്കല്ലോ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നീ ദേശത്തോട് മനസ്സറിഞ്ഞിരിക്കാനും സ്തോത്രം കർത്താവേ. നിന്റെ ജനത്തിന് വേണ്ടി കർത്താവേ, ദേശത്തിന് വേണ്ടി ഞങ്ങൾ കർത്താവെ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കർത്താവെ നാളുകളിൽ കാണുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥന. ഞങ്ങളെ പട്ടണത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒക്കെ ആക്കിയിരിക്കുന്ന കർത്താവെ ദേശത്തിന്റെ കാവൽക്കാരാക്കി ആക്കിയിരിക്കുമ്പോൾ ഞങ്ങൾ കർത്താവെ ദേശത്തിന് വേണ്ടി കരയുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ചോദിച്ചാലധികം നമ്മളാൽ നിറയ്ക്കണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി രക്ഷയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമേ സ്വർഗ്ഗീയ നല്ല പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. താങ്ക് യു അച്ചായ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി പാസ്റ്റർ സജി ചെറിയാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ വിഷയം പറയുന്നു, നമ്മുടെ ഇന്ത്യയിലെ 28 സ്റ്റേറ്റിന് വേണ്ടി 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ 144 കോടി ജനങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വില്ലേജസിന് വേണ്ടി, എല്ലാ സിറ്റീസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയുള്ള ജനങ്ങൾ മാനസാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ രക്ഷിക്കപ്പെടുവാൻ എന്ന് മനസ്സിലാക്കുവാൻ, സത്യദൈവത്തെ അറിയുവാൻ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം അവിടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുവാൻ എല്ലാ ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. 28 സ്റ്റേറ്റിലും 9 കേന്ദ്രഭരണ പ്രദേശത്തുമുള്ള 144 കോടി ജനങ്ങളെ വഹിച്ച് എല്ലാ വില്ലേജസിന് വേണ്ടി, എല്ലാ സിറ്റികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജി ചെറിയാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാവിളക്കാൻ നിന്നുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും ബോധപ്പെടുകയും ചെയ്യുന്നു കർത്താവേ. ആമേൻ. ഡൽഹി UP ചാപ്റ്റർ പ്രാർത്ഥന അതേ ധ്വനിയുടേതായിരിക്കുന്ന ഡൽഹി UP ചാപ്റ്ററിൻ്റെതായിരിക്കുന്ന കർത്താവ് പ്രാർത്ഥനാ സംഗമത്തെ ഒരുമിച്ച് ഇന്ന് സന്ധ്യയിൽ കൂടി വന്ന് കർത്താവിനെ മുഖത്തപ്പെടുത്തുവാൻ, കർത്താവെ നല്ല ആരാധനയെ പങ്കുകൊള്ളുവാൻ, കർത്താവെ നല്ല വചനങ്ങൾ ശ്രമിക്കുവാൻ, കർത്താവെ അഭിഷുദാസൻ അതേ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോൾ കർത്താവെ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം നൽകുന്ന നല്ല അവസരത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന പച്ച ലീഡ് ചെയ്യുന്ന ക്ലാസ്മാർക്കായി സ്തോത്ര പ്രാർത്ഥന നയിക്കുന്ന ഞങ്ങളുടെ അഭിഷുദാസനായി സ്തോത്രം. കർത്താവ് കുടുംബത്തിനായി പ്രത്യേകിച്ച് സ്തോത്രം കർത്താവ് വിടുതല സൗഖ്യമായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് ഇപ്പോൾ ഞങ്ങളുടെ അഭിഷുദാസൻ പറഞ്ഞ പ്രാർത്ഥന വിഷയത്തിനായി ഞങ്ങൾ ആമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് ജീവിക്കുന്നല്ലോ. ആമേ പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ ഞങ്ങൾ വായിക്കുമ്പോൾ തന്നെ ശേഷമായി ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അതേ ഭൂമിയുടെ എല്ലാ അർഥകൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാ നീതിയോട് ഞങ്ങൾക്ക് ഉത്തരമറിഞ്ഞോ നിങ്ങൾ വായിക്കുന്നില്ല കർത്താവേ. വചനകാരങ്ങൾ ഞങ്ങൾ വിഷയങ്ങളെ ഏൽപ്പിക്കും. പ്രത്യേകിച്ച് കർത്താവെ അങ്ങ് അറിയിച്ചിട്ടുണ്ടല്ലോ, അതിനോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കവിശുവാന്തരാമെന്ന പച്ച ഭൂമി മതത്തിന്റെ പൂർണ്ണതയും ഭൂതലും അനധിവാസിലും അങ്ങേക്കുള്ളതാണ് പച്ച. അല്ലെങ്കിൽ മതത്തിന്റെ വകയല്ല, ഒരു പാർട്ടിയുടെ വകയല്ല പച്ച, അങ്ങയുടെ വകയാണ്. എല്ലാ മനുഷ്യരും ആരും നശിച്ചു പോകാനും ആഗ്രഹിക്കുന്നില്ല പച്ച. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം എല്ലാ മനുഷ്യരെ സ്നേഹിച്ച കർത്താവിന് സ്നേഹം കർത്താവെ ഞങ്ങളുടെ ഭാരത രാജ്യം തിരിച്ചറിയുവാൻ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദാസൻ പറഞ്ഞ കർത്താവെ ഞങ്ങൾ താല്പര്യക്കുന്ന ഞങ്ങൾ കർത്താവ് ഏത് രാജ്യത്ത് പാർക്കുന്നു, ഞങ്ങളുടെ മാതൃരാജ്യമായ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഭാരതത്തിലെ കർത്താവെ 28 സംസ്ഥാനങ്ങളെയും 9 കേന്ദ്ര പ്രദേശങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ശക്തമായ പ്രവൃത്തി എല്ലാ മേഖലയും വെളിപ്പെടുവാൻ ഞങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഓ കർത്താവെ, ഞങ്ങൾക്ക് അവകാശമായി ഞങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവെ നീ എന്റെ പുത്രൻ നീ അങ്ങനെ ജനിപ്പിച്ചിരിക്കുന്നതിനോട് ചോദിച്ചു കൊടുക്കുക. ഞങ്ങൾ അങ്ങയാൽ ജനിക്കപ്പെട്ട ആത്മാവ് വീണ്ടും ജനം പ്രാപിച്ചതാണ് കർത്താവെ. ഞങ്ങളുടെ മക്കളായി തീർന്നതാണല്ലോ, ഞങ്ങൾക്ക് മക്കളെങ്കിലും അവകാശമാണല്ലോ കർത്താവെ. ഞങ്ങൾ ഈ രാജ്യത്തെ ജനത്തെ അവകാശമായി ചോദിക്കുകയാണ്. അധികാരികളെ ചോദിക്കുന്നു, പ്രധാനമന്ത്രി, ഗവൺമെന്റ് മിനിസ്റ്റേഴ്സ്, മറ്റെല്ലാ കർത്താവെ സംസ്ഥാന അധികാരികൾ, ജില്ലാധികാരികൾ, അത് വേണ്ട എല്ലാ അധികാരികളും സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ കർത്താവിന്റെ സ്നേഹം, ക്രൂശിന്റെ സ്നേഹം മനസ്സിലാക്കുക. ഓ മാനവജാതിക്ക് വേണ്ടി പരിഹാരയാഗമായി തീർന്ന ഹല്ലേലൂയ അതേ തന്നെ യാഗം അർപ്പിച്ച് രക്ഷയുടെ വഴി തുറന്ന കർത്താവ് യേശുവിനെ രക്ഷകനായ കർത്താവായി സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ കർത്താവ് 144 കോടി ജനമായി ഞങ്ങൾ ജനത്തെ ഞങ്ങൾ യേശുവിന്റെ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നു. ആ ദൈവരാജ്യത്തിനായി ഞങ്ങൾ ആമേ വിട്ടയക്കുന്നു. ആമേൻ. അല്ലെ അത് സ്വതന്ത്രമാക്കുകയാണ്. ഹല്ലേലൂയ. ശബ്ദനാരികൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാക്കണം. പരിശുദ്ധ ശക്തിയോടെ പരിവർത്തിക്കണമേ. ആ ദൈവത്തിന്റെ വചനം എല്ലായിടങ്ങളും ചെല്ലട്ടെ കർത്താവേ. ആമേ. ജനമെല്ലാം സുശേഷം കേട്ടിട്ടെ, ജനം വിടിവിക്കപ്പെടട്ടെ. നിങ്ങളുടെ നാമത്തിലെ മഹത്വം വരുവാൻ, ദൈവസഭ വളരുവാൻ, ദൈവരാജ്യം വിശാലമായി തീരുവാൻ കർത്താവേ
എന്നെ വിടുവിക്കപ്പെടാൻ ദൈവം സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്ര പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മംഗളദാസൻ പറഞ്ഞ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും ഇതോട് ബന്ധത്തിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ യേശുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങൾ വിനീതമായി പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ സുഖസ്ഥ പിതാവേ. പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പാസ്റ്റർ അടുത്ത പ്രാർത്ഥന അടുത്ത വിഷയത്തിന് വേണ്ടി ജോഷ് മാമ ജോഷ് ജോസഫ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ വിഷയം പറയുന്നു. ഇന്ന് ഈ സൂമിൽ ജോയിൻ ചെയ്ത എല്ലാ ദാസന്മാർ അവിടെ കൂടും പാസ്റ്റേഴ്സ് അവിടെ ഹലോ 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 പാസ്റ്ററെ സിസ്റ്റർ റോസമ്മ ജോണിന് കൊടുത്താട്ടെ. സിസ്റ്റർ ഓക്കെ റോസമ്മ ജോൺ പ്രാർത്ഥന. ഇന്ന് ഈ സൂമിൽ ജോയിൻ ചെയ്ത എല്ലാ ദേവദാസന്മാർ അവിടെ കുടുംബം അവിടെ ചർച്ചസ് മറ്റ് സഹോദരന്മാർ അവിടെ കുടുംബം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആങ്കിലും സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ദൈവം അവർക്ക് അത്ഭുത വിടുതലിനെ സൗഖ്യത്തെ കൽപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിലയദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയലിന് വേണ്ടി, ബിന്ദു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പൂർണ്ണമായ വിടുതലിനെ, ആരോഗ്യത്തെ, ബലത്തെ, സൗഖ്യത്തെ എല്ലാം കൽപ്പിക്കുവാൻ. അങ്ങനെ ഈ രാത്രികാലം ജോയിൻ ചെയ്ത എല്ലാ മെമ്പേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും മാസം മുഴുവൻ ദൈവം അത്ഭുതമായി ജയമായി നടത്തുവാൻ നമ്മളെ ആക്കിയിരിക്കുന്ന ദേശത്ത് അതിനുവേണ്ടി വിശ്വാസശീലമായി നിലനിൽക്കുവാൻ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ താവിന്റെ ദാസി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പൊ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് ഇപ്രകാരം ഒന്നിച്ചു കൂടുവാൻ, എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി നല്ല അവസരത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു. പോയ ദിവസങ്ങളിലൊക്കെ കർത്താവിന്റെ വലിയ കരുതലും കാവലും ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. ഇത്രത്തോളം ശ്രേഷ്ഠമായി ഹല്ലേലൂയ ദേശത്ത് ഈ രാജ്യത്ത് ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന്റെ എല്ലാ കരുതലും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നപ്പോ സ്തുതിക്കുന്നു. സമ്പൂർണമായി പിന്നെയും ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ചെടുത്തു വരുന്ന കർത്താവെ, ഇന്ന് നടക്കുന്ന ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മീറ്റിങ്ങിന്റെ സംബന്ധിക്കുന്ന സകല ജനത്തിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ ദൈവദാസന്മാർ കുടുംബങ്ങൾക്കായി സ്തോത്രം. സകല സഹോദരി സഹോദരന്മാർക്കായി സ്തുതിക്കുന്നപ്പാ. ദൈവമേ, എല്ലാവരുടെയും സാഹചര്യങ്ങൾ അനുകൂലമല്ല എങ്കിലും ദൈവമേ സാഹചര്യം കണ്ടെത്തി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധാനത്തിൽ കൂടി വന്നിരിക്കുന്നല്ലോ. ദൈവമേ ഹല്ലേലൂയ അങ്ങ് ഇതിനൊക്കെ പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. അവരവരുടെ ആവശ്യങ്ങൾ അറിയുന്ന സർവശക്തനായ ദൈവം ഓരോരുത്തർക്കും വേണ്ടി കരുതണമേ പിതാവേ. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്കും ഭേദം വരുത്തിയ സർവശക്തനായ ദൈവം ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ അവസ്ഥയറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കണമേ. ഏതൊക്കെ വിഷയത്തിൽ ഞെരുങ്ങുന്നു, ഹല്ലേലൂയ ഭാരപ്പെടുന്നു, ആ വിഷയങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കണം. എല്ലാവരും ശക്തരായി തിരുനാമ മഹത്വത്തിനായി വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ പരിശുദ്ധ പിതാവേ കൃപ ചെയ്യണമേ. ഹല്ലേലൂയ കർത്താവേ സ്തോത്ര. ദൈവദാസന്മാരെ കുടുംബങ്ങളെ ഓർക്കുന്നു. ശക്തമായി തിരുനാമത്തിനായി നിലനിർത്തണമേ. ഏത് സാഹചര്യങ്ങളെയും അതിജീവിപ്പാനുള്ള കൃപ പകരണേ പിതാവേ. തലമുറകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവരൊക്കെ ഉൾപ്പെടുന്ന എല്ലാ സഭകൾക്കായി സ്തോത്രം അനുഗ്രഹിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ പിതാവേ ഈ കാലാവസ്ഥ പലപ്പോഴും ഞങ്ങളെ ഭാരപ്പെടുത്തുന്നപ്പാ. ഈ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിപ്പാനുള്ള കൃപ എല്ലാ ദൈവദാസിദാസന്മാർക്കും കർത്താവ് നൽകണമേ. തരുന്നയായി ആരോഗ്യത്തോട് തിരുനാമ മഹത്വത്തിനായി നിലകൊള്ളുവാൻ പിതാവേ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് പ്രിയ ബെൻസൺ പാസ്റ്റർക്കായി, ബിന്ദു സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി എന്റെ കർത്താവ് ഇത്രത്തോളം വിടുവിച്ചല്ലോ, ആശ്വാസം പകർന്നല്ലോ. നന്ദി പിതാവേ, നന്ദിയോടെ സ്തോത്രം. പൂർവാധികം ശക്തിയോടെ തിരുനാമത്തിനായി പ്രയോജനപ്പെടുവാൻ അഭിഷക്ത കുടുംബത്തെ കർത്താവ് സഹായിക്കണം. ശക്തമായി ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൂട്ടുദൈവദാസന്മാരെ, കുടുംബങ്ങളെ, ദൈവസഭകളെയും അനുഗ്രഹിക്കണം പിതാവേ. കൂടി വന്ന ദൈവജനത്തെ എല്ലാം ഒരുമിച്ച് അനുഗ്രഹിച്ച് ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കണം. ലീഡ് ചെയ്ത ദൈവദാസനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം മറുപടി കൊടുത്ത് ആദരിച്ചാട് സകലവിധ വിഷയങ്ങളും നാഥന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നപ്പാ. പ്രാർത്ഥന ഘടനായി സ്തോത്രം. മഹത്വം എടുത്തത് കൊണ്ട് സ്തോത്രം. സകലത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഇതുവരെ പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ദേവദാസന്മാരോ ദാസന്മാരോ ആർക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയം പറയുന്നു. ഇതുവരെ പ്രാർത്ഥിക്കാത്ത ആർക്കെങ്കിലും ദാസന്മാർക്ക് പ്രാർത്ഥിക്കാം. ജിജി കുര്യൻ പ്രാർത്ഥിക്കും. രാജസ്ഥാൻ. ഓക്കെ.
ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, വിക്ലിഫ് ഇന്ത്യ, അതുപോലെ അനേക സംഘടനകൾ, വ്യക്തികൾമങ്ങൾ, നമ്മുടെ കയ്യിൽ ലഭിച്ച ബൈബിൾ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ലഭിച്ച ബൈബിൾ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ലഭ്യമാകും. പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ അവരുടെ ഭാഷയിൽ ബൈബിൾ ലഭ്യമാകുവാൻ വേണ്ടി അനേക പ്രിയപ്പെട്ടവർ അനേക വർഷക്കാലം അവിടെ ചെന്ന് അവിടുത്തെ ഭാഷ ലിപിയെല്ലാം പഠിച്ച് ഓരോ ഭാഷയിലേക്കും ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആ വലിയ മിനി ചെയ്യുന്ന വ്യക്തികളുണ്ട്, സംഘടനകളുണ്ട്, ഫാമിലി ആയിട്ടുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതിന് വലിയ ഭാരിച്ച ഉലവുണ്ട്. ദൈവ ആ പ്രവർത്തനങ്ങളെ ആദരിക്കുവാൻ, മാനിക്കുവാൻ നമ്മൾ അനേകരെ ദൈവവചനം വായിച്ച് അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ ഇന്ത്യയിലുള്ള സകല ഭാഷയിലും ബൈബിൾ ലഭ്യമാകുവാൻ, പ്രത്യേകിച്ച് പല സ്റ്റേറ്റുകളിലും പല ഭാഷകളുണ്ട്. ആദിവാസി മേഖലയിലുള്ള അവരുടെ ഭാഷകളിൽ, അവരുടെ ലിപിയിൽ അത് ബൈബിൾ ലഭ്യമാകുവാൻ ആ മിനിസ്ട്രി ചെയ്യുന്ന, ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത്, ആ മിനിസ്ട്രിയെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ജിജി കുര്യൻ പ്രാർത്ഥിച്ചു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കി ഞങ്ങളുടെ നാഥനെ ഈ രാത്രികാലം അങ്ങേ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അങ്ങയുടെ അഭിഷിക്തം പറഞ്ഞ വിഷയങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭാരതം എന്ന മഹാരാജ്യത്തിലെ പലവിധമാകുന്ന ഭാഷക്കാര്, ഗോത്രക്കാര്, വംശക്കാര് തിങ്ങി നിറഞ്ഞിട്ടുള്ള കർത്താവെ, അന്ധകാരവും ആവിചാരവും കർത്താവെ നിറഞ്ഞാവുന്ന കർത്താവെ, അന്ധവിശ്വാസത്തിന് നിബിഡമാകുന്ന മേഖലകൾ അധിവസിക്കുന്ന കർത്താവെ, ജനത്തിന്റെ ഇടയിലേക്ക് നിത്യവചന കർത്താവെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഹല്ലേലൂയയാകേണ്ടതിന് കർത്താവെ പലവിധമാകുന്ന ഭാഷകളെ കർത്താവെ ഹല്ലേലൂയ ആമേ യഥാർത്ഥ സത്യവചനത്തെ കർത്താവെ അതിലേക്ക് വിവർത്തനം ചെയ്യുവാൻ വേണ്ടി ആമേ കർത്താവെ അഹോരാത്രം ആമേ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ വിവിധ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ബാംഗ്ലൂരിലുള്ള കർത്താവെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയെ, അതിലെ കർത്താവ് നേതൃത്വ നിരകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റെല്ലാ കർത്താവെ പല പ്രവർത്തന മേഖലകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പലവിധമാകുന്ന കർത്താവെ ഭാരിച്ച സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. അതിനെല്ലാമായി കർത്താവെ തുടർമാറാകണമേ. ദൈവത്താൽ കർത്താവെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ആമേ ആരംഭിച്ച പ്രവർത്തനങ്ങള് ഇന്ന് കർത്താവിലൂടെ കേട്ടതുപോലെ ആമേ കർത്താവ് ഇലവാടാതെ ആമേൻ അങ്ങയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആമേ നദിക്കരയിൽ കർത്താവ് നട്ടിക്കുന്ന വൃക്ഷം പോലെ ആമേ പ്രവർത്തനങ്ങളെ കർത്താവ് വീണ്ടും ആമേ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവകൃപാലുവാകുന്ന ദൈവം സഹായിക്കുമാറാകണമേ. ഇതുവരെ വിവർത്തനം ചെയ്ത് പബ്ലിഷ് ചെയ്ത എല്ലാ ഭാഷകൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവെ അനേക ഭാഷകളിലേക്ക് ആമേ സത്യവേദ പുസ്തകം ആമേ വിവർത്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ആവുന്ന കർത്താവ് എല്ലാവിധ കാര്യാദികളും ചെയ്യുവാൻ പ്രിയപ്പെട്ടവർ കർത്താവെ പ്രത്യേകമാകുന്ന കൃപ നൽകുമാറാകണമേ. ആവശ്യങ്ങളോടുകൂടെ അങ്ങനെ ആമേ വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാകുന്ന അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. സകല ഞങ്ങൾക്കായി ജീവൻ അർപ്പിച്ച ക്രിസ്തുയേശുവിന്റെ അന്യമരുടെ നാമത്തിൽ താഴ്മ വിനീതമായി അപേക്ഷിക്കുന്നു. ഉണ്ടാക്കിയിട്ട് നൽകുമാറാകണമേ. കർത്താവ് പ്രാർത്ഥന കേട്ട സ്തോത്രം 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 കർത്താവിനോട് നന്ദി അറിയിക്കുന്നു. അടുത്ത പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഏതെങ്കിലും ദൈവദാസിക പ്രാർത്ഥിക്കാം. നമ്മുടെ കേരള സ്റ്റേറ്റില് നമ്മുടെ എല്ലാവരുടെയും കേരളത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം കേരളത്തിലെ 14 ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തിൽ ഓരോ ദിവസവും ഓരോ ജില്ലകളിൽ പലയിടങ്ങളിൽ ഞെട്ടിക്കുന്ന അനേക സംഭവങ്ങൾ നാം കാണുന്നു. കേരളത്തിന്റെ പ്രത്യേകം കേരളത്തിലുള്ള ദൈവസഭകൾ, ദൈവമക്കൾ, ദേവദാസന്മാർ ഉണർത്തപ്പെടുവാൻ, മദ്യത്തിനും ലഹരി മരുന്നിന് അനേകർ അടിമകളായി തീരുന്നു. അവിടെ ഒരു ജ്ഞാനം ഉണ്ടാകുവാൻ, അവിടെ കർത്താവ് വലിയ ദൈവത്തിന്റെ വെളിപ്പെടുവാൻ, മാനസാന്തരത്തിന്റെ, അനുതാപത്തിന്റെ, പശ്ചാത്താപത്തിന്റെ, മടങ്ങിവരവിന്റെ ദിവസങ്ങളാക്കി തീർക്കുവാൻ, ഏതിൽ നിന്ന് വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും ഒരറ്റം മുതൽ ഏറ്റം വരെയും വലിയൊരു ഉണർവുണ്ടാകുവാൻ, നിലനിൽക്കുന്ന ഫലവത്തായ ഒരു ഉണർവുണ്ടാകുവാൻ, അനേക യൗവനക്കാരെ, സ്കൂൾ കുട്ടികൾ ലഹരിയുടെ അടിമകളായി തീരുന്നു. ആ വിഷയങ്ങളിലെല്ലാം ദൈവത്തിന്റെ ഒരു വെളിപ്പെടൽ, ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവം ചില ജീവിതങ്ങൾ വിളിക്കപ്പെടുവാൻ ഒരുമിച്ച് കേരളത്തിന് വേണ്ടി, കേരളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ ബന്ധുപതികൾ, നമ്മുടെ പേരൻസ്, അങ്ങനെ അനേകർ കേരളത്തിലായിരിക്കുന്നു. ആ ദേശത്തിന് വേണ്ടി, ദേശത്തിന്റെ ഗ്രഹത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെയും പ്രാർത്ഥിച്ച ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, വിശ്വസ്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രികാലം നന്ദിയോടങ്ങി സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവിന്റെ അഭിഷിക്തന്മാരായ ദൈവദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും എന്റെ കർത്താവിന്റെ പുനകരം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കേരളത്തോട് ദൈവം മനസ്സറിയണമേ. കർത്താവേ, ഞങ്ങളുടെ കേരളത്തിൽ ഒരു വലിയ
സാന്നിധ്യം ഉണ്ടാകണമേ കർത്താവെ. പ്രത്യേകിച്ച് പലവിധമായ സംഭവവിലമായ പല വിഷയങ്ങളും പല കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സ്വന്തം ദേശത്ത് ഉണ്ടാകുമ്പോൾ കർത്താവെ അതിന്റെ മധ്യ ദൈവത്തിന്റെ കരം ഇവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക യുവതി യുവാക്കന്മാരോട് ദൈവാത്മാവോട് വേണമേ. മദ്യപാനവും മയക്കുമരുന്നും വളരെ ശക്തിയോടെ ആ ദേശത്ത് പല നിലയിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, അവിടെ ദൈവത്തിന്റെ വലിയ കരം ഉണ്ടാകണമേ കർത്താവെ. അനേക തലമുറകൾ പാപത്തിലേക്ക് വിരിഞ്ഞു പോകുന്നൊരു അവസ്ഥയാണ് കർത്താവെ. ഞങ്ങളുടെ തലമുറകളൊക്കെ ദൈവം മനസ്സലിയണമേ, ദൈവത്തിന് കരം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മണ്ഡലങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളുടെ തലമുറകളെല്ലാം ദൈവം തമ്പുരാൻ കൊണ്ടുവരണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളം ഭരിക്കുന്നതായ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മിനിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ സ്തോത്രം, ഹല്ലേലൂയ, ക്യാബിനറ്റ് മന്ത്രിമാര് എല്ലാ അധികാരികളും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കേരളത്തിലുള്ളായ ഞങ്ങളുടെ എല്ലാ ദൈവസഭകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഐക്യതയും സ്നേഹവും ദൈവകൃപയും എല്ലാ സഭകളിലും വ്യാപിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കേരളത്തിൽ കർത്താവെ ഒരു വലിയ ആത്മീയ ഉണർവ്, ആത്മീയ അഭിഷേകം, ആത്മീയ സാന്നിധ്യം ദൈവം ഉണ്ടാകാൻ അയക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ ഭാരങ്ങളിൽ കൂടി പ്രയാസങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ട് കർത്താവെ, അവരോട് ദൈവം മനസ്സറിയണമേ. ഞങ്ങളുടെ കേരളത്തിൽ ഒരു വലിയ വിടുതൽ, എല്ലാ ഡിസ്ട്രിക്റ്റിലും മേലും ഒരു ആത്മാവിന്റെ ഒരു വലിയ വിടുതൽ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളുടെ ദാസിദാസന്മാരെ കേരളക്കരയിൽ ദൈവം ശക്തമായി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനോടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ രാത്രികാലം പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്ത പ്രാർത്ഥിച്ച എല്ലാ ദൈവദാസന്മാരുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രകാരം ഇന്ന് പ്രയർ ലീഡ് ചെയ്യാൻ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസിനുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള സമയം ജോൺ തോമസ് പാസ്റ്റർക്ക് കൈമാറുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സുവിശേഷകൻ ജേക്കബ് മാത്യു. ഞാൻ ഒറ്റയ്ക്കല്ല അദ്ദേഹത്തെ പ്രാർത്ഥന ലീഡ് ചെയ്യാനായിട്ടും ബെൻസൺ പാസ്റ്ററെ പ്രസംഗം ലീഡ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത്. കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തത്. ഈ രണ്ട് ശുശ്രൂഷകൾ ചെയ്ത നിങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം ഈ പ്രാർത്ഥനയിൽ പങ്കാളികളായി തീർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പാസ്റ്റർ KV ജോസഫ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പോവുകയാണ്. പ്രത്യേകാൽ പ്രിയ ബെൻസൺ പാസ്റ്ററെയും തൻ്റെ കുടുംബത്തെയും അവർ കൊടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ വലിയ കരുതൽ ഉണ്ടാകാനായിട്ട് അവർക്ക് വേണ്ടി വിശിഷ്യ പ്രാർത്ഥിക്കണം. വിശിഷ്യ സിസ്റ്റർ ബിന്ദുവിന് പൂർണ്ണ ആരോഗ്യത്തിലെത്തണം. ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് വിടുവിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ പ്രാർത്ഥനകൾക്ക് പല ചാപ്റ്ററുകളുണ്ടോ, അതിന്റെയൊക്കെ നേതൃത്വം കൊടുക്കുന്നവ, അതിന്റെയൊക്കെ റിസൾട്ട് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായിട്ട് കാണുവാനും കൂടെ കർത്താവ് കൃപ ചെയ്യട്ടെ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലിൽ കണ്ണുകൾ അടയ്ക്കാം. പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോസഫ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആശീർവാദം പറയും. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന പിതാവേ, കരുണയിൽ പ്രതിവാത്സല്യമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവ്, നല്ലതും വിലപ്പെട്ടതുമായ രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, പ്രാർത്ഥനാ ധ്വനി ഡൽഹി UP ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രകാരം ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്ത അനേകര് സമയങ്ങൾ വ്യർത്ഥമായി ചിലവിടുമ്പോൾ ഞങ്ങൾക്ക് അല്പസമയം ചുരുക്കം പേരായി ദൈവത്തിൽ വേറിട്ട് കടന്നു വരുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാനും ഞങ്ങളുടെ പ്രതിസന്ധികളെ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ ഭാരങ്ങളെ ദൈവത്തിൽ ഇറക്കി വയ്ക്കുവാൻ അവിടുന്ന് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവേ, ഹല്ലേലൂയ, ദൈവിക ദർശന പ്രകാരം ഈ സെക്ഷൻ ആരംഭിച്ച ഹല്ലേലൂയ പാസ്റ്റർ ബെൻസൺ ഡാനിയലിനായി സിസ്റ്റർ ബിന്ദുവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസം വലിയൊരു ആപത്തിൽ നിന്ന് ഹല്ലേലൂയ വിടുവിച്ചല്ലോ. അതിന്റെ വചനം ഞങ്ങൾ ഇങ്ങനെ ഓർക്കുന്നു. ഹല്ലേലൂയ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും യഹോവ അവയെല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്നുവെന്ന വചനം കർത്താവ് എന്നിന്റെ ദാസനെയും ദാസിയെയും സ്വർഗം അവിടുന്ന് വിടുവിച്ച് സൗഖ്യമാക്കി സഹായിക്കുകയും ചെയ്ത കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന ഹല്ലേലൂയ എല്ലാ അന്ധകാരത്തിന്റെ ശക്തിയെയും സ്വർഗം അവിടുന്ന് ശാസിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ ചാപ്റ്റേഴ്സിനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രാർത്ഥനാ സെക്ഷനുകളെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ, നാളുകളിൽ ഹല്ലേലൂയ ഈ പ്രാർത്ഥനാ ധ്വനി മുഖാന്തരം വലിയൊരു വ്യതിയാനം ഉണ്ടാകുവാൻ, ഹല്ലേലൂയ, ആയിരങ്ങളല്ല പതിനായിരങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം
കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ചാപ്റ്റേഴ്സിലും ചെയർമാൻമാരോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രയർ കോർഡിനേറ്റേഴ്സിനായി മറ്റെല്ലാ പ്രവർത്തകരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ചും തളർന്നും മടുത്തും പോകാതെ ദിവസങ്ങൾ ശക്തി ആർജിച്ചുകൊണ്ട് കർത്താവിന്റെ നാമമഹത്വത്തിനോട് നിലകൊള്ളുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, എന്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ താഴ്ത്തുകയാണ്. ഇന്ന് രാത്രി കാലം ഞങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെന്ന മനുഷ്യൻ ഭാഗ്യം. അവൻ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. സ്തോത്രം കർത്താവേ. യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് ചന്ദ്രമേശക ബെന്ദനഗോവോ ദാനിയേൽ അവരെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവ് സാവകാശം ഒരുക്കിയ ദിവസങ്ങളിൽ കർത്താവേ, ഹല്ലേലൂയ, ലോകം അതിന് മോഹം ഒഴിഞ്ഞു പോകും എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവർ നിലനിൽക്കുമെന്ന വചനപ്രകാരം ഹല്ലേലൂയ ഞങ്ങൾ കർത്താവിനോട് നിലകൊള്ളുവാൻ, യഹോവയിൽ മാത്രം ആശ്രയിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ തക്ക കർത്താവേ, ഞങ്ങൾ പ്രിയ സഹോദരൻ ജസനെ കർത്താവ് കരങ്ങളിൽ എടുത്തതിനായി സ്തോത്രം. കർത്താവേ, പ്രാർത്ഥന ലീഡിയുവാൻ ബ്രദർ ജേക്കബ് മാത്യുവിനെ അവിടുന്ന് ഉപയോഗിച്ചതിനായി സ്തുതിക്കുന്നു. ഈ ഹല്ലേലൂയ ആദ്യ അവസാനം ലീഡിയുവാൻ തക്ക കർത്താവ് അവിടുത്തെ വലിയദാസൻ പാസ്റ്റർ ജോൺ തോമസിനെ കരങ്ങളിൽ എടുത്തതിനായി സ്തുതിക്കുന്ന കർത്താവ് ഹല്ലേലൂയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിപ്പാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും കർത്താവേ, ഈ പ്രാർത്ഥനത്തിലൂടെ ഡൽഹി UP ചാപ്റ്ററിലെ എല്ലാ പ്രിയമുള്ളവരെയും സ്വർഗത്തിലെ ദൈവം സഹായിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാൻസ്മോനായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ സജി ചെറിയനായി സ്തോത്രം. പാസ്റ്റർ വർഗീസിനായി സ്തോത്രം. മനോജിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. എത്രത്തോളം ഇന്ന് രാത്രി സഹായിച്ചല്ലോ. ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി പിരിയാത്തതിന്റെ സാന്നിധ്യവും കൃപയും ഞങ്ങളോട് കൂടി സഹായിക്കും. മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. സാഹചര്യങ്ങൾ കൂടി ഏൽപ്പിക്കുന്നു. ബലപ്പെടുത്തിയാട്ടെ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മുടെ നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും പ്രാർത്ഥിപ്പാൻ കഴിയപ്പെട്ട സകല വിഷയങ്ങളോടും ഭൂലോകപാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഹല്ലേലൂയ പ്രാർത്ഥനയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇന്ന് വന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവിരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ.